ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു സെയിൽ സീസണും കൂടി വരുവാണ്. ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേ സെയിൽ, ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഒക്കെ ഈ വരുന്ന സെപ്റ്റംബർ 23-നാണ് വരാൻ പോകുന്നത്. സോ ഈ ഒരു സമയത്ത് പ്രൊഡക്റ്റ് വാങ്ങാൻ നിൽക്കുന്നവർ, പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങാൻ നിൽക്കുന്നവർ, കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ക്യാഷ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ മാക്സിമം ഡിസ്കൗണ്ടിൽ എങ്ങനെ സാധനം മേടിക്കുക എന്നുള്ളതിന്റെ കുറച്ച് ടിപ്സുമാണ് ഈ ഒരു വീഡിയോയുടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ പുതിയ വല്ല ഫോണൊക്കെ വാങ്ങിക്കാൻ നിൽക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി വർത്താണ്. സോ ഈ ഒരു ഓഫർ സീസണിൽ വരാൻ പോകുന്ന ഫോണിന്റെ ലാപ്ടോപ്പിന്റെ ഒക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വാങ്ങിക്കേണ്ട പ്രോഡക്റ്റ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉറപ്പിക്കുക. റിവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം മാത്രം ഒരു പ്രോഡക്റ്റ് ഉറപ്പിക്കുക. കാരണം നിങ്ങൾ ഇതിൽ കയറുന്ന സമയത്ത് വേറെ പല പ്രോഡക്റ്റിനും ഓഫറുകളും കാര്യങ്ങളും കാണും. അവസാനം നിങ്ങൾ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരു ഐറ്റം പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതിനു മുമ്പ് നിങ്ങൾക്ക് വാങ്ങേണ്ട ഐറ്റം എന്താണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ തന്നെ അതിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സെയിൽ ടൈം അടുക്കുന്ന സമയത്ത് ഇവന്മാർ ഇതിന്റെ ഒക്കെ റേറ്റ് കൂട്ടിയിടും. എന്നിട്ട് അതിൽ നിന്നായിരിക്കും ഡിസ്കൗണ്ട് അടിച്ച് തരാൻ പോകുന്നത്. സോ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര ഡിസ്കൗണ്ട് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 40,000 രൂപയ്ക്കാണ് ഒരു ഫോൺ ഇപ്പോൾ വിൽക്കുന്നതെന്ന് കരുതുക. ഈ ഒരു സെയിൽ ടൈം അടുക്കുന്ന സമയത്ത് അവന്മാർ ഒരു 4,000 5,000 രൂപയൊക്കെ കൂട്ടിയിടും. എന്നിട്ട് സെയിലിന്റെ ടൈമിൽ ആ ഒരു പ്രൈസിൽ നിന്ന് വെട്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 38,000 രൂപയ്ക്കൊക്കെ ഓഫർ ഇടും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, 45,000 നിന്ന് 38,000 ഒരു 7,000 രൂപ ഡിസ്കൗണ്ട് ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ ആക്ച്വലി അവിടെ ഉള്ളത് എന്താണ്, ഒരു 2,000 രൂപയുടെ ഡിസ്കൗണ്ട് മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ കറക്റ്റ് പ്രൈസ് ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിന്റെ പ്രൈസ് ഇങ്ങനെ മാനുവലി നോക്കിക്കൊണ്ട് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ബൈ ഹത്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സൈറ്റുകളുണ്ട് ഈ പ്രൈസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ ലിങ്ക് നേരെ കോപ്പി ചെയ്തിട്ട് ആ ഒരു സൈറ്റിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ, ഈ പ്രോഡക്റ്റ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ എപ്പോഴാണ് വിറ്റത്, ഏറ്റവും കൂടിയ പ്രൈസിൽ എപ്പോഴാണ് വിറ്റത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിന് കിട്ടും. ഇതറിഞ്ഞ കാര്യം സിമ്പിൾ ആയില്ലേ. ഈ സെയിൽ ടൈമിൽ അവർ കൊടുക്കുന്നത് കറക്റ്റ് ഡിസ്കൗണ്ട് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സെയിൽ ടൈമിൽ ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, MRPയിൽ നിന്ന് ഡിസ്കൗണ്ട് അടിച്ച് കാണിക്കുന്ന പരിപാടി. ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ്സും MRPയിൽ വിൽക്കുന്ന ഒരു ഐറ്റം അല്ല. പക്ഷെ ഈ ഒരു സെയിൽ ടൈം ആകുമ്പോൾ അവർ അതിന്റെ പ്രൈസ് ചേഞ്ച് ആക്കിയിട്ട് MRPയിലേക്ക് വെക്കും. എന്നിട്ട് അതിൽ നിന്ന് ഡിസ്കൗണ്ട് അടിച്ച് തരും. സോ ഇത്തരത്തിലുള്ള അവരുടെ ഉടായ്പൊക്കെ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഐഡിയ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൈസ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട്. സോ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക. ഇനി ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് എങ്ങനെ മാക്സിമം ഡിസ്കൗണ്ടിൽ വാങ്ങിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെയാണ് ക്രെഡിറ്റ് കാർഡിന്റെ കളി വരുന്നത്. SBI, ICICI, HDFC ബാങ്ക്, ഈ 3 ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് എവിടുന്നേലും ഒപ്പിച്ചോ. കാരണം ഇപ്രാവശ്യം ആമസോണിൽ SBIയുടെ ക്രെഡിറ്റ് കാർഡും ഫ്ലിപ്കാർട്ടിൽ ICICI ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങുമ്പോൾ നോ കോസ്റ്റ് EMI സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും. അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇൻസ്റ്റന്റ് പേ ചെയ്തിട്ട് സാധനം വാങ്ങുന്നതിനേക്കാൾ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നോ കോസ്റ്റ് EMI എടുത്തുകൊണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടും. ഇൻട്രസ്റ്റ് ഉള്ള EMIയിൽ പോയിട്ടൊന്നും സാധനം വാങ്ങരുത് കേട്ടോ. ഇനി ഇതെല്ലാം സെറ്റ് ആക്കിയതിന്റെ ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫ്ലിപ്കാർട്ടിന്റെ ആമസോണിന്റെ ഒക്കെ അക്കൗണ്ടിൽ കയറിയിട്ട് നിങ്ങളുടെ അഡ്രസ്സ്, ഈ പറഞ്ഞ കാർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ്ലി സെറ്റാക്കി വെക്കുക. കാരണം ഈ ഹോട്ട് സെയിലിന്റെ സമയത്ത് നിങ്ങൾക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല. ഈ ഹോൾസെയിൽ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഐഫോണുകൾ അല്ലെങ്കിൽ സാംസങ്ങിന്റെ S സീരീസിലുള്ള ഫോണൊക്കെ വാങ്ങാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം അതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഐറ്റാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല. ഇനി അത് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ രാത്രി 12 മണിക്ക് ഉറക്കൊളിച്ച് ഇത് സാധനം വാങ്ങേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ പ്ലസ് മെമ്പർഷിപ്പും, ആമസോണിൽ നിന്നാണെങ്കിൽ ഒരു പ്രൈം മെമ്പർഷിപ്പും നിങ്ങൾ എടുത്തു വെക്കുന്നതായിരിക്കും. കാരണം ഈ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് 24 മണിക്കൂർ മുന്നേ തന്നെ സെയിൽ തുടങ്ങുന്നതാണ്. സോ അത്ര റഷ് ആവാതെ തന്നെ നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ സാംസങ്ങിന്റെ ഫോണുകൾക്കും അല്ലെങ്കിൽ ഈ ഐഫോണുകൾക്കൊക്കെ ഇത്രയും ഓഫറിൽ തരുമ്പോൾ അവരൊരു തൊലിഞ്ഞ പരിപാടി കൂടി കാണിക്കാറുണ്ട്. അതായത് ഫസ്റ്റ് വരുന്ന സ്റ്റോക്കിൽ മാക്സിമം ഡിസ്കൗണ്ടിലായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പെട്ടെന്ന് തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആവും. പിന്നെ അത് റീസ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 2,000 രൂപയൊക്കെ കൂടിയിട്ടായിരിക്കും വരാൻ പോകുന്നത്. വീണ്ടും അത് സ്റ്റോക്ക് ഔട്ട് ആവും. വീണ്ടും അത് സ്റ്റോക്ക് വരുമ്പോഴേക്കും വീണ്ടും 2,000 രൂപയൊക്കെ കൂടിയിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് 1000 ഐറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുമ്പോഴേക്കും ഒരു 3,000-4,000 രൂപയുടെ അടുത്ത് കൂടിയിട്ടുണ്ടാവും. സോ നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് അത്ര ആഗ്രഹിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ കൂടിയിട്ടുള്ള 3,000-4,000 നിങ്ങൾ നോക്കൂല. ആ ഒരു സമയത്ത് നിങ്ങളത് വാങ്ങുക തന്നെ ചെയ്യും. ഇത് അവരുടെ ഒരു സൈക്കോളജിക്കൽ പരിപാടിയാണ്. സോ മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്തിട്ട് ഫസ്റ്റ് വരുന്ന സെയിലിൽ തന്നെ സാധനം കൈക്കലാക്കാൻ നോക്കും. ഇനി ഈ കടമ്പൊക്കെ കടന്ന് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തെന്ന് തന്നെ കരുതാൻ. ഇനിയാണ് നിങ്ങൾ കെയർഫുൾ ആവേണ്ടത്. ഈ ഒരു സെയിലിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ വരുന്നത്.
ആ ഒരു സമയത്ത് തന്നെയാണ് പലരും ഫോണിന്റെ ബോക്സ് തുറക്കുമ്പോൾ ഇഷ്ടയെ കട്ടിങ് സോപ്പ് പൊട്ടിയൊക്കെ കിട്ടുന്നത്. സോ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് കൈ കിട്ടുന്നത് മുതൽ അത് ഓപ്പൺ ചെയ്തിട്ട് ഓൺ ആക്കുന്ന വരെയുള്ള ഒരു സിംഗിൾ ഷോട്ട് വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്തു വെക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വല്ല സോപ്പ് പൊട്ടി ഇഷ്ടയെ കട്ടൊക്കെ ആണെങ്കിൽ ഒരു തെളിവുണ്ടായിരിക്കില്ല. സോ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കും. ഓക്കെ ഗൈസ്, ഇനി ഈ ഒരു സെയിൽ ടൈമിൽ വരാൻ പോകുന്ന ഫോണിന്റെ ലാപ്ടോപ്പിന്റെ ഒക്കെ ഓഫേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് വരുന്നുണ്ട്. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. സോ ദിസ് ഈസ് മീ വിക്കി. ബൈ.